ക്യാൻസർ ചികിത്സയിൽ മാനസികമായിട്ടുള്ള സൗഖ്യം എങ്ങനെ പ്രദാനം ചെയ്യാൻ സാധിക്കും? അതിന്ന് ഓങ്കോളജിസ്റ്റുകൾ, സാധാരണ ഡോക്ടർമാരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ളൊരു പ്രധാന വിഷയമാണ്. കഴിഞ്ഞ 35 വർഷത്തെ എൻ്റെ ക്യാൻസർ സർജിക്കൽ ഓങ്കോളജി കരിയറിൽ ഞാൻ മനസ്സിലാക്കിയ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്ക്ലോസിങ് അബൌട്ട് ക്യാൻസർ. അത് അത്ര സുഖകരമായ കാര്യമാണെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു പേഷ്യൻറ്റിലും ഞാനത് ദർശിച്ചിട്ടുമില്ല. എല്ലാവരും ഒരിക്കൽ ക്യാൻസർ എന്നൊരു ഡയഗ്നോസ് വരുമ്പോൾ അവർ ഷാറ്റേർഡായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സൈക്കോളജിക്കൽ ട്രോമ, ഇമോഷണൽ ടെർമോയിൽ, ഫിയറിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, ഫിയർ ഓഫ് റെക്കറൻസ്, ട്രീറ്റ്മെൻറ്റിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഓർത്തിട്ടുള്ള ആകുലത, ചിലർക്ക് കീമോതെറാപ്പി വേണ്ടി വരും, ചിലർക്ക് റേഡിയേഷൻ വേണ്ടി വരും. ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ നിരവധി സംഗതികൾ ഒരാളുടെ ഇമോഷണൽ ആസ്പെക്റ്റിനെ ബാധിക്കും. നമ്മളെപ്പോൾ നെഗറ്റീവായിട്ട് ഈ ട്രീറ്റ്മെൻറ്റിലോട്ട് പങ്കെടുക്കുമോ അപ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള പോസിറ്റീവ് ഹോർമോൺസിൻ്റെ ഷോർട്ടേജ് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് കൂടുകയുള്ളൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ജീവിതത്തിൻ്റെ പടവുകളൊക്കെ ഇങ്ങനെ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ചിലപ്പോൾ അതൊരു 25 അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ഡോക്ടറാവാം, ഇതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന ഒരു ഫിലിം ആക്ട്രസ് ആവാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ചെറിയ പ്രായത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊരു സൈക്കോളജിക്കൽ ട്രോമയായിരിക്കും. 10, 12, 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, എന്തൊക്കെ തൈറോയ്ഡ് ക്യാൻസർ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് വരാറുണ്ട്. ആ കുഞ്ഞുങ്ങളുടെയൊക്കെയുള്ള മാനസിക സ്ഥിതി, അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച ശേഷം അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ട കുഞ്ഞുങ്ങളുടെ, അതായത് കൈയും കാലും ഒക്കെ മുറിച്ചു മാറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ മാനസിക സ്ഥിതി, ഇതെല്ലാം നമ്മൾ ക്യാൻസർ ചികിത്സയിലെ പ്രധാന ഘടകങ്ങളായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്.